ഒരു വിഭാഗം ബി.ജെ.പി. നേതാക്കളുടെ പ്രസ്താവനയിൽ എൻ.എസ്.എസ്. ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കുമ്മനം രാജശേഖരനെ അതൃപ്തി അറിയിച്ചു. ഇത്തരം പ്രസ്താവനകൾക്ക് ബി.ജെ.പി. നേതൃത്വത്തിന്റെ പിന്തുണയുണ്ടോ എന്നായിരുന്നു സുകുമാരൻ നായരുടെ സംശയം. എന്നാൽ എൻ.എസ്.എസുമായി അടുത്ത ബന്ധമാണെന്നും ജനറൽ സെക്രട്ടറി ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്നും കുമ്മനം രാജശേഖരൻ അറിയിച്ചു. മന്നം സമാധിയിൽ പുഷ്പാർച്ചനയ്ക്കെത്തിയ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെ എൻ.എസ്.എസ്. ഡയറക്ടർ ബോർഡ് അംഗം ഹരികുമാർ കോയിക്കൽ സ്വീകരിച്ചു. കുമ്മനത്തോടൊപ്പം ബി.ജെ.പി. നേതാക്കളായ പി.കെ. കൃഷ്ണദാസ്, വി. മുരളീധരൻ, എ.എൻ. രാധാകൃഷ്ണൻ തുടങ്ങിയവരുമുണ്ടായിരുന്നു. പുഷ്പാർച്ചനയ്ക്ക് ശേഷമായിരുന്നു കുമ്മനം രാജശേഖരനും എൻ.എസ്.എസ്. ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. കഴിഞ്ഞ ദിവസം ജി സുകുമാരൻ നായർ ഉന്നയിച്ച വിമർശനങ്ങൾ തന്നെയായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലും വിഷയമായത്. ബി.ജെ.പിയിലെ ഒരു വിഭാഗം നേതാക്കളുടെ പ്രസ്താവനയിൽ ജി സുകുമാരൻ നായർ കുമ്മനം രാജശേഖരനെ അതൃപ്തി അറിയിച്ചു. ഇത്തരം പ്രസ്താവനകൾക്ക് താങ്കളുടെ പിന്തുണയുണ്ടോ എന്ന് കുമ്മനം രാജശേഖരനോട് ജി സുകുമാരൻ നായർ ചോദിച്ചു. എന്നാൽ എൻ.എസ്.എസുമായുള്ള അടുപ്പവും വ്യക്തിപരമായുള്ള ബന്ധവും ചൂണ്ടിക്കാട്ടിയായിരുന്നു കുമ്മനം രാജശേഖരൻ മറുപടി പറഞ്ഞത്. ബി.ജെ.പിയിലെ ഏതെങ്കിലും നേതാക്കളുടെ പ്രസ്താവന എൻ.എസ്.എസ്. നേതൃത്വത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്ന് കുമ്മനം രാജശേഖരൻ പിന്നീട് അറിയിച്ചു. സംഘടനയുടെ ഉള്ളിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എൻ.എസ്.എസിന് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി വേദനിപ്പിക്കുന്ന രീതിയിലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് പരിശോധിക്കും. ഞാനത് പരിശോധിക്കാൻ ബാധ്യസ്ഥനാണല്ലോ. അല്ല, പരിശോധിക്കണമല്ലോ. എന്തൊക്കെ അദ്ദേഹം ചില വികാരങ്ങൾ എന്നോട് കൈമാറി, ഞാനത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടരണമെന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. വേറെന്താ പ്രശ്നം? എൻ.എസ്.എസുമായി ബന്ധം മെച്ചപ്പെടുത്താൻ ബി.ജെ.പി. മുതിർന്ന നേതാക്കളെ തന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ബി.ജെ.പി. നിലപാടിനെ ജി സുകുമാരൻ നായർ വിമർശിച്ചിട്ടും കുമ്മനം രാജശേഖരൻ ഇന്ന് പെരുന്നയിലെത്തിയത് ഇതിന്റെ സൂചനയാണ്. ബി.ജെ.പി. നേതാവായിരുന്ന പി. മുകുന്ദനും പിന്നീട് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. റിപ്പോർട്ടർ, കോട്ടയം.